നമ്മുടെ ഈ പ്രവാസി കൂട്ടായ്മകൾ നടത്തുന്ന ആഘോഷങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഓണക്കാലത്തിൽ ഓണാഘോഷം നടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചിങ്ങമാസത്തിലാണെങ്കിൽ അവിടെ നമ്മുടെ ഇവിടെയൊക്കെ ഡിസംബർ സമയം ക്രിസ്മസ് ഒക്കെ തുടങ്ങുന്ന സമയത്തും ഗൾഫ് നാടുകളിലെ ഓണാഘോഷങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവില്ല. അപ്പോഴൊക്കെ ആയിരിക്കും അവിടെ നടക്കുക. ഈ സമയത്തൊക്കെ നമ്മുടെ നാട്ടിലെ ചില VIP രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരങ്ങളടക്കമുള്ളവർ പോകും അങ്ങോട്ടേക്ക് അവരുടെ അതിഥികളായിട്ട്. ഈ രാഷ്ട്രീയക്കാർ പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുക എന്നതിനപ്പുറം ഫണ്ട് സമാഹരണമാണ്. അതാണ് കാലാകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ, ട്രോളായി മാറും. ഇപ്പോൾ അതിൻ്റെ ഒരു പേരങ്ങ് മാറ്റി, ഫണ്ട് സമാഹരണം മാറ്റിയിട്ട് നിക്ഷേപ സമാഹരണം എന്ന ഓമന പേരിലാണ് അറിയപ്പെടുന്നത്. പിണറായി വിജയൻ 2 ഘട്ട മുഖ്യമന്ത്രി പദവി ഇരുന്ന സമയത്ത് ഇതേപോലെ നിരവധി വിദേശ പര്യടനങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാം നിക്ഷേപ സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ചിലതിലൊക്കെ കേന്ദ്ര സർക്കാർ യാത്രാനുമതി നിഷേധിച്ചിട്ട് വഴക്കുണ്ടാക്കിയൊക്കെയാണ് പോയത്. നാളിതുവരെ പിണറായി വിജയൻ പോയി വന്നതിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തും. കോടികളുടെ നിക്ഷേപം അവർ ചെയ്ത് വമ്പൻ കമ്പനികളുടെ പേരൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഈ യാത്രകളിൽ ചിലതിലൊക്കെ വീണാ വിജയനും പങ്കെടുത്തു, ഹെക്സാലോജിക്കിന്റെ പ്രതിനിധിയായിട്ട്. അവർ പോയതിനെ കുറിച്ചും ആക്ഷേപമുണ്ട്. വീണാ വിജയന് പോലും 10 പൈസയുടെ വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നാണ് ചില അസൂയാലുക്കൾ പറയുന്നത്. ആ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? 5 പൈസ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കുമല്ലോ. ഇപ്പോൾ PR എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിനകത്ത് ഒരിടത്തെങ്കിലും കണ്ടോ ഇത്ര വിദേശ നിക്ഷേപം ഞങ്ങൾ കൊണ്ടുവന്നു? ഇത് മാത്രമല്ലല്ലോ, ലോക ഉച്ചകോടി നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും അവർ പോയിരുന്നല്ലോ. കേരളത്തിൽ നിന്ന് മന്ത്രി പോയി വലിയ ചിലവിൽ പത്രാസം കാണിച്ച്. ഇപ്പോൾ വരും നിക്ഷേപം, അദ്ദേഹത്തിൻ്റെ പുറകെ നിക്ഷേപവും കൂടെ വരുന്നുണ്ടെന്നു. ഇന്ന് വരെ അതൊരു ക്ലെയിമായിട്ട് അവരുടെ തന്നെ PR വർക്കിൽ കണ്ടില്ലല്ലോ. 1-ാം പേജിൽ തന്നെ മാസ്റ്റ് ഹെഡിൻ്റെ താഴെയായിട്ട് തന്നെ വാർത്തകൾ വന്ന കൂട്ടത്തിലുണ്ടോ ഏതെങ്കിലും വിദേശ നിക്ഷേപത്തിൻ്റെ? അതാ എനിക്ക് തോന്നുന്നു ഐസ്ലാൻഡ് വാങ്ങിക്കാനും ഗ്രീൻലാൻഡ് വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് പോയത് അച്ഛനും മരുമകനും ഒക്കെ കൂടെ ട്രംപ് പോയതുപോലെ എന്നാണ് തോന്നുന്നത്. അതിനുള്ള ഏർപ്പാട് വാങ്ങിക്കുകയാണ്. അത്രമാത്രം നിക്ഷേപങ്ങൾ അവരല്ലാതെ സമാഹരിച്ച് വെച്ചിട്ടുണ്ടെന്നേ. അപ്പോൾ അതുകൊണ്ട് ഉള്ള അതൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിട്ടുള്ളൊരു മറുപടി പറയുന്നത് 5 പൈസയുടെ നിക്ഷേപമില്ല. പോയിട്ടുള്ളത് 25 വിദേശ രാജ്യങ്ങളിലാണ്. അതിൽ ഈ ടൈംസ് സ്ക്വയറിൽ പോയി ആക്രി കസേരയിൽ ഇരുന്ന വലിയൊരു ഷോ, ഇരുമ്പ് കസേര ആയതുകൊണ്ടാണ് ആക്രി എന്ന് പറഞ്ഞത്. ആക്രി കസേര ഇതിലും ഭേദമാണെന്ന് എനിക്ക് ആക്രി കസേരയോട് ബഹുമാനപ്പെട്ടെ ആ കസേരയിൽ ഇരുന്നുള്ള ഒരു ഷോയും നമ്മൾ കണ്ടല്ലോ, ഒരു ഷോ. ആ ഷോയിൽ പങ്കെടുത്തു. ഇതിൽ 22 എണ്ണം സകുടുംബമാണ്. താങ്കൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ഉൾപ്പെടെയാണ് പോയത്. രാജ്യങ്ങളൊക്കെ അവർക്കും കാണാൻ ആഗ്രഹം കാണില്ല. അച്ഛൻ മുഖ്യമന്ത്രിയായിട്ട് വട ഫ്രീ എന്ന് പറയുന്നത് പോലെ. അതുപോലെ തന്നെ മന്ത്രിസഭ ഒന്നടങ്കം കൂടി പോയ ചില സന്ദർഭങ്ങളും ഉണ്ട്. മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ഭാര്യമാരും കൂടി ചേർന്ന് ഇങ്ങനെ അർമാദിക്കുന്ന ചിത്രങ്ങളും വന്നിട്ടുണ്ട്. കേരളം ഇങ്ങനെ പട്ടിണി ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടക്കുന്ന സമയത്താണ്, അതിദരിദ്രർ ഉള്ള സമയത്താണ് ഇവരെ അർമാദിച്ചു കൊണ്ടിരുന്നത്. പിന്നെയാണ് കമലഹാസൻ വന്ന് ഇവിടെ ദരിദ്രരില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയത്. പ്രഖ്യാപനത്തിലേ ഉള്ളേ. ഇപ്പോഴും നമ്മൾ തിരുവനന്തപുരം തലസ്ഥാനത്ത് അതേ വേദിയിൽ മമ്മൂട്ടി നല്ല രസകരമായ മറുപടിയും കൊടുത്തിരുന്നു. ഇതൊക്കെ പറച്ചില്ലേ ഉള്ളൂന്ന്. ഇതൊക്കെ കാണാമല്ലോ, കയ്യിൽ നീട്ടി അവിടെ ഇരിക്കുന്ന പാളയം പള്ളിയുടെ മുമ്പിൽ മാത്രമല്ല, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. കയ്യിൽ നീട്ടിയിരിക്കുന്നു. അതിദാരിദ്ര്യം പോയതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും അത്. 138 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവ്. ഇങ്ങോട്ടൊന്നും കിട്ടിയില്ലെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ട് വിദേശം. 138 കോടി രൂപ. എത്ര കിറ്റ് ഇറക്കായിരുന്നല്ലേ? വാളയാറിലെ പാവങ്ങൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കാനുള്ള പണം ഉണ്ടായിരുന്നു. വേറെ ഒരു പിരിവിൻ്റെ ആവശ്യമില്ല. വെറുതെ തുലച്ച് കളഞ്ഞു. അതും അദ്ദേഹം പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന സമയത്ത് 1-2 ദിവസം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമായിരുന്നു. ബഹ്റൈനിലേക്ക് പോകുന്നു, പിറ്റേ ദിവസം ഇങ്ങോട്ട് വരുന്നു, പിറ്റേ ദിവസം വീണ്ടും നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന പോലെ അബുദാബിയിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും കുവൈറ്റിലേക്ക്, പിന്നെ തിരിച്ചു വന്നിട്ട് ഒമാനിലേക്ക്. ദിവസം ഡെയിലി യാത്രാപഥമായിട്ടും വെച്ചിരുന്നു. 5 പൈസയുടെ പ്രയോജനം ഉണ്ടായി. പക്ഷേ എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ച് പറയുകയാണെങ്കിൽ അതിൽ ചില പിശകുകൾ വന്നേക്കാം. എങ്കിലും ഒരു ഓർമ്മയിൽ വെച്ച് ഞാൻ പറയുന്ന ഒരു സ്ഥാനം കൂടി പറയാം. വ്യവസായ മന്ത്രി P. രാജീവിനോട് ഇതിനെക്കുറിച്ച് ഒരു ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഈ വന്ന വിദേശ നിക്ഷേപത്തിന്റെ കണക്കുകളൊക്കെ നിരത്തിയിരുന്നു. തൊട്ടു പിന്നാലെ മറ്റൊരു വാർത്തയും വന്നു. അതായത് ഈ പ്രവാസികളുണ്ടല്ലോ, പ്രവാസികൾ അവിടെ നാട്ടിൽ അവരുടെ വിദേശത്ത് നിന്ന് സമ്പാദിച്ച് നാട്ടിൽ വന്നിട്ട് അവർ തുടങ്ങുന്ന സംരംഭം പോലും കേരള സർക്കാരിൻ്റെ ക്രെഡിറ്റിൽ അങ്ങ് എഴുതി വെക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അതായത് നമ്മൾ സ്വന്തം നിലയിൽ ഒരു സ്ഥാപനം തുടങ്ങിയാൽ പോലും സ്വാഭാവികമായിട്ട് അതിൻ്റെ അനുമതി പത്രങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഏജൻസികളെ സമീപിക്കേണ്ടി വരും. അപ്പോൾ അതും ഈ പറയുന്ന വിദേശ നിക്ഷേപം അല്ലെങ്കിൽ സർക്കാർ ഇനിഷ്യേറ്റീവിൽ കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റിൽ ആ ബ്രാക്കറ്റിൽ ഇത്തരം സംഗതികളോട് എഴുതി ചേർത്താണ്
ഇത്തരം അവകാശവാദങ്ങൾ വന്നു എന്നുള്ള രസകരമായ സംഗതിയും ഉണ്ട്. അതെ ഇത് വളരെ രസകരമാണ്. ഇതിൽ പല കൊച്ചുമകനെയും കൂട്ടിക്കൊണ്ടുപോയി, പിന്നെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഓരോ യാത്രയിലും 10 മുതൽ 30 വരെ ഉദ്യോഗസ്ഥർ, അടുപ്പക്കാർ, ബിസിനസ്സുകാർ, ഇത് കൂടാറ് ഇവരെയും കൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും ബിസിനസ് ക്ലാസ്സിലുള്ളതാണെന്നേ. അതിൻ്റെയൊക്കെ ടിക്കറ്റ് ചെലവ് എത്രമാത്രമാണെന്ന് അറിയാമോ? കേന്ദ്ര വിദേശകാര്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇതുപോലെ പോയിട്ടില്ല. ഇത്രയും ആളുകളുമായിട്ട് ഒരിക്കലും പോയിട്ടില്ല. പത്രക്കാരെ ഒഴിവാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ യാത്ര. അതുകൊണ്ടാണ് അദ്ദേഹത്തിനുള്ള കലിപ്പ് പത്രക്കാർക്കെല്ലാം ഉള്ളത്. അല്ല, കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞേക്കണം. പിണറായി വിജയൻ വിശദീകരിച്ചിരുന്നു, കുടുംബാംഗങ്ങൾ വരുന്നവരുടെ സ്വന്തം ചെലവിലാണ്. സ്വന്തം ചെലവിലാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അല്ലേ? പക്ഷേ ഈ ചെലവുകളെല്ലാം പൊതുഖജനാവിൽ നിന്നാണെന്നാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറയുന്നത്. ഇതിലേതാ ശരിയെന്നുള്ള അവർ തീരുമാനിക്കട്ടെ. 138 കോടി 9 വർഷം കൊണ്ട് പിണറായി വിജയൻ വിദേശയാത്രയ്ക്ക് ചെലവഴിച്ചു. ഈ 138 കോടി ആയിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും മാത്രം ഒരു വ്യക്തിക്കായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടി വന്ന് കാണും, എനിക്കറിയില്ല. ഇതിൽ ഒരു രസകരമായ മറ്റൊരു സംഗതി കൂടിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന വിദേശ പര്യടനങ്ങളെ പരിഹസിച്ച കൂട്ടരാണ് കേരളത്തിലെ CPM. ഓക്കെ, ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് 12 കോടി രൂപ ചികിത്സയ്ക്ക് വേണ്ടി. അത് നമുക്ക് വിടാം, കാരണം ഒരു രോഗം ബാധിച്ച ആളാണ് കേരളത്തിലെ. അല്ല, കേരളം നമ്പർ 1 ആണ്. പിന്നെ അമേരിക്കയിലേക്ക് പോയത് എന്താണെന്നുള്ള ചോദ്യോടെ. അതെ, മെഡിക്കൽ കോളേജിലുള്ള വിശ്വാസം, വീണ വിജയന്റെ ആ വകുപ്പിലുള്ള വിശ്വാസം, അതെ വീണ ജോർജിന്റെ വകുപ്പിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കുമല്ലോ അവിടെ പോയിരിക്കുന്നത്. കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാനുള്ളതായിരുന്നു അവർ പറഞ്ഞത്. കേന്ദ്രത്തോടെ വിശദീകരിക്കണമല്ലോ എന്തിന് നിങ്ങൾ പോകുന്നു എന്നുള്ളത്. അവിടെ ഇരുന്നും കൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനാണോ എന്നോട് ഒപ്പുവരുത്താൻ വേണ്ടിയാണ്. അത് നിക്ഷേപം കൊണ്ടുവരാൻ. എന്ത് നിക്ഷേപമാണ് കൊണ്ടുവന്നെന്നുള്ളത് നമുക്കറിയില്ല. UAE സർക്കാർ $500 മില്യൺ നിക്ഷേപം കേരളത്തിൽ നടത്തുമെന്ന് UAE പോയിട്ട് പറഞ്ഞു. ആ UAE ഇപ്പോൾ യുദ്ധത്തിൽപ്പെട്ട് കിടക്കുന്നത്. അല്ല, എൻ്റെ ഒരു സംശയം, സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന്റെ പ്രതിനിധി അത് രാജ്യത്തിന്റെ രാഷ്ട്ര നേതാവുമായിട്ടല്ല ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ചില രാജ്യങ്ങൾ ഇപ്പോൾ ഡാവോസിലുണ്ടായിരുന്നല്ലോ, അത് ഓരോരോ മുഖ്യമന്ത്രിമാർ അവിടെ പോയിരുന്നല്ലോ, യോഗി ആദിത്യനാഥൊക്കെ പോയി. അതാകാം, പക്ഷെ പറയുന്നത് സത്യസന്ധമായിരിക്കും. അവിടെ 3000 കോടി രൂപയുടെ നിക്ഷേപം വന്നു നടപ്പാക്കിയവിടെ വലിയ വികസനം ഉണ്ടായി. ഇവിടെ ഒന്നും വന്നില്ല, നമ്മൾ കാണുന്നില്ല. പിന്നെ ഇംഗ്ലണ്ട് സന്ദർശനം കഴിഞ്ഞ് വന്നപ്പോൾ ഹിന്ദുജ ഗ്രൂപ്പ് 1000 കോടി നിക്ഷേപിക്കുമെന്ന് പറഞ്ഞു. ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും 3000 കോടി വരുന്നു എന്ന് പറഞ്ഞു. നമ്മളാരും കണ്ടില്ല. കേരള സിംഗപ്പൂർ ആകാഞ്ഞ നമ്മുടെയൊക്കെ ഭാഗ്യം. നോർവേ സന്ദർശനം കഴിഞ്ഞ് വന്നപ്പോൾ നോർവേയിലെ ഒരു കമ്പനി 1050 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ. ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമ്മളിത് എവിടെ സൂക്ഷിച്ചു? എൻ്റെ ദൈവമേ. അങ്ങനെ ഓരോ സർവീസും പിന്നെ യാത്രയും കഴിഞ്ഞ് വന്നപ്പോഴും ആ രാജ്യങ്ങളിലെ കമ്പനികളും കോടികളുടെ നിക്ഷേപം കേരളത്തിൽ നടത്തുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എന്തായാലും നടത്താഞ്ഞത് നന്നായി, നമുക്ക് നടക്കാൻ വഴിയില്ലാതെ വന്നിന്. ഇത് വിവരാവകാശ നിയമപ്രകാരം കൃത്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഈ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല, കാരണം അദ്ദേഹം തന്നെ നമുക്ക് നൽകുന്ന വിവരങ്ങളാണിത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നിയമസഭയിൽ പറഞ്ഞതും നമ്മളോട് പറഞ്ഞതും പത്രത്തിൽ വന്നതും എല്ലാം പച്ചക്കള്ളമാണെന്നാണ് ഇതിൽ നിന്നും തെളിയുന്നത്. ഇപ്പോൾ ഈ വിദേശയാത്രകൾ നടത്തിയ ആ ഒരു ഇത് പോരാഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരു ബസ് അങ്ങോട്ട് ഇറക്കി 14 ജില്ലകളോടും മന്ത്രിസഭ മുഴുവൻ അങ്ങ് പര്യടനം നടത്തിയത്. അതാണ് ലോക കേരള സഭയുണ്ടല്ലോ. അതാണ് വേറൊരു സമയം, ഒരു തട്ടിപ്പ്. ലോക കേരള സഭ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് 5 പൈസയുടെ പ്രയോജനം ഈ ലോക കേരള സഭയിൽ ഉണ്ടായിട്ടുണ്ടോ? കുഞ്ഞുങ്ങളുമൊക്കെ വീട്ടിൽ അടച്ചു കിടക്കുകയാണ്, പുറത്തോട്ടിറങ്ങാൻ പേടി. ആകാശത്തോടെ മിസൈൽ പറക്കുകയാണ്. അത് അമേരിക്കയുടെ ഇൻ്റർസെപ്റ്റ് മിസൈൽ, അത് പേട്രിയോട്ട് മിസൈൽ, അത് തകർത്തുകൊണ്ട് അതിൻ്റെ ആക്രി കഷ്ണങ്ങൾ തലയെ വീണുകൊണ്ടിരിക്കുക. ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്വാതന്ത്ര്യമില്ലാതെ ആ ചൂട് മരുഭൂമി കുട്ടികൾ കഴിയുകയാണ്. നമുക്കിവിടെ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പ്രയാസം നമ്മൾ അനുഭവിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രയോജനം ഈ യാത്രകൾ കൊണ്ടുണ്ടായി? കുറച്ചെന്നാൽ ഗ്യാസ് 1 ടൺ അല്ലെങ്കിൽ 1 ലോഡ് നമുക്ക് അയച്ചു തരാമെന്ന് ഏതെങ്കിലും ഒരു വിദേശി പറയുന്നുണ്ടോ? എന്തിനേക്കും ഇതൊക്കെ? കോവിഡ് ഉണ്ടായ സമയത്ത് ക്യൂബയിൽ നിന്ന് വാക്സിനൊക്കെ ഇറക്കുമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ അവർക്ക് സാധനങ്ങളെല്ലാം കൊടുത്തു. അവർ പട്ടിണിയാണെന്ന് പറഞ്ഞ് അരി ഉൾപ്പെടെ തുണി ഉൾപ്പെടെ നമ്മൾ കൊടുത്തല്ലോ. അതുപോലെ ഒരു കപ്പൽ ഇങ്ങോട്ട് കുറേ ഗ്യാസ് സിലിണ്ടർ കേരളത്തിന് കൊടുത്തേക്കാം. ആരെങ്കിലും പറയുന്നുണ്ടോ? നരേന്ദ്രമോദി ധീരമായിട്ട് ഇന്ത്യൻ നാവികസേനയെ കൊണ്ട് കാവൽ നിർത്തി ശിവാലി, നന്ദകി അല്ലേ, നന്ദിനി ഒക്കെ കപ്പലുകളിൽ കൊണ്ടുവരികയാണ്. പരിക്കേൽപ്പിക്കാതെ കൊണ്ടുവരികയാണ്. എന്തെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ സജ്ജമായിട്ട് ആ ഒരു മനുഷ്യനുള്ളതുകൊണ്ട് നമുക്കിനി നാളെയെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇത് വാചകമടി വിടുവായൻ തവള കരയുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് കേരളം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.